ഹായ്, സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിലാണ്. പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി പള്ളിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. പഴയ കാലത്തെ പ്രൗഢിയിൽ പുതിയ രീതിയിൽ പള്ളി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ പള്ളിയുടെ പരമാവധി പവിത്ര സ്ഥാനം ഈ പുനരുദ്ധാരണത്തിനിടയിലും സ്പർശിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാതെ സൂക്ഷിക്കുന്നു. ഇതാണ് പള്ളിയുടെ ഉള്ളിലെ വലിയ വിളക്ക്. വൈദ്യുതി ഇല്ലാതിരുന്ന കാലത്ത് രാത്രി കാലങ്ങളിൽ നമസ്കരിക്കാനും ഖുർആൻ ഓതാനും ഇത് ഉപയോഗിച്ചിരുന്നതായാണ് വിശ്വാസം. ബാങ്ക് വിളി നാട്ടില് ഓത്തു കേൾക്കാൻ പോകണം. പുണ്യമാസരാവില് ദിക്റ് ചൊല്ലിക്കൂടണം. കനവുമായണ നേരത്ത് മിഴിയുണരണ സമയത്ത് സുബഹി ബാങ്ക് കേൾക്കണം. ഇശയോടെ കൂപ്പണം. സുബഹി ബാങ്ക് കേൾക്കണം. ഇശയോടെ കൂപ്പണം. ബാങ്ക് വിളി നാട്ടില് ഓത്തു കേൾക്കാൻ പോകണം. ഇതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രസംഗപീഠവും മെഹ്റാബും. പ്രസംഗപീഠത്തിൻ്റെ കൊത്തുപണികൾക്കും അതേ പഴക്കമാണ് ഉള്ളത്. അതിലെ ചായങ്ങൾ പച്ചിലച്ചാറുകൾ കൊണ്ടുള്ള നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അതിന്മേൽ പോളിഷ് കൊടുക്കുകയും ചെയ്തു. മുകളിലത്തെ നിലയിലെ മേൽക്കൂരകളെ താങ്ങി നിർത്താൻ മരം കൊണ്ടുള്ള മനോഹരമായ തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പള്ളിയുടെ ഇടതുഭാഗത്തായിട്ടാണ് സ്ത്രീകൾക്ക് മക്ബറ സന്ദർശിക്കാനുള്ള സ്ഥലം. ഇവിടെ കാണുന്ന മക്ബറ മാലിക് ബിൻ ദിനാറിൻ്റെ പുത്രൻ ഹബീബിന് മാലിക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി കുമരിയ ബീവിയുടെയും ഖബറാണെന്നാണ് വിശ്വാസം. മാലിക് ബിൻ ദിനാറിൻ്റെ മക്ബറ ഇവിടെയല്ല, ഇറാഖിലെ ബസറയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അവിടെ തന്നെ അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു. വർദ്ധിച്ചു വരുന്ന വിശ്വാസികളുടെ ബാഹുല്യത്താൽ ഒരു വിപുലീകരണം എന്നോണം അതിൻ്റെ അണ്ടർഗ്രൗണ്ട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ, ചേര രാജാക്കന്മാർ കേരളം വാണിരുന്ന കാലത്ത് ഇസ്ലാമിക ചരിത്ര ഭൂമികൾ കാണാൻ അറബിയിൽ നിന്നും പുറപ്പെട്ട 3 യാത്രികർ വിശ്രമത്തിനായി കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുസ്രിസ് തുറമുഖത്തിറങ്ങി. സിലോണിലെ ആദം മല കാണാൻ പോകുന്ന വഴിയാണ് അവർ കേരളത്തിൽ എത്തിയത്. തീരത്തെത്തിയവർ അറബികളാണെന്നറിഞ്ഞ് അന്നത്തെ നാടുവാഴി ചേരമാൻ പെരുമാൾ രാജാവ് അവരെ അതിഥികളായി സ്വീകരിച്ചു. താൻ കേട്ടറിഞ്ഞ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചേരമാൻ രാജാവ് ചോദിച്ചറിഞ്ഞു. അതിനുശേഷം നബിയുടെ നാട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. രാജാവിനോട് അതിന് മാർഗം ഉണ്ടാക്കാമെന്ന് ഉറപ്പു നൽകി അറബികൾ യാത്ര തുടർന്നു. സിനോണിൽ നിന്നും മടങ്ങും വഴി അവർ ചേരമാൻ രാജാവിനെയും കൂട്ടി മക്കയിലെ ചരിത്രഭൂമികൾ സന്ദർശിച്ച് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ചേരമാൻ രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കുകയും താജുദ്ദീൻ അബ്ദുറഹ്മാൻ എന്ന് നാമകരണം സ്വീകരിക്കുകയും ചെയ്തു. ഹജ്ജ് നിർവഹിച്ച് മടങ്ങും വഴി യമൻ രാജവംശത്തിലെ മാലിക് ബിൻ ദിനാർ ഉൾപ്പെടുന്ന ഒരു സംഘം അദ്ദേഹത്തെ അനുഗമിച്ചു. കപ്പൽ യാത്രക്കിടെ ചേരമാൻ രാജാവിന് അസുഖം ഉണ്ടാവുകയും അവർ ഒമാനിലെ സലാലയിൽ ഇറങ്ങുകയും ചെയ്തു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തന്നെ വിശ്വസിച്ച് പാതിവഴിയിൽ കൂടെ പുറപ്പെട്ട അതിഥികളെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ചേരമാൻ രാജാവ് സംശയിച്ചു. അദ്ദേഹം കൊടുങ്ങല്ലൂർ രാജവംശത്തിന്
നൽകാനായി സ്വന്തം കൈപ്പടയിൽ ഒരു കത്ത് തയ്യാറാക്കി മാലിക് ദിനാറിനെ ഏൽപ്പിച്ചു. ഈ വരുന്നവർ എൻ്റെ അതിഥികൾ ആണ്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. അതിനുശേഷം ചേരമാൻ പെരുമാൾ രാജാവ് മരണപ്പെടുകയും സലാലയിൽ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു. ചേരമാൻ പെരുമാളിനെ കത്തുമായി വന്ന മാലിക് ബിൻ ദിനാറിനെയും സംഘത്തെയും കൊടുങ്ങല്ലൂർ രാജവംശം സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ ആദ്യത്തെ മുസ്ലിം പള്ളി നിർമ്മിക്കപ്പെട്ടത്. ആ പള്ളിക്ക് ചേരമാൻ രാജാവിൻ്റെ പേരും ആ പള്ളിക്ക് വന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.